അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. ചേർത്തെഴുതുക. അപ്പോൾ അവിടെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും ചേർത്തി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കാം. ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. അപ്പോൾ ബ്രാക്കറ്റ് ഒന്ന് നോക്കുക. മുഅല്ലദ് കൊണ്ട് മലിനമായത്, ഖളാ, കറാഹത്ത്, മുസ്തഅമൽ, മുൻകൈ. അപ്പോൾ ഒന്നാമത്തേതിനോട് യോജിച്ചത് ഏതാണ്? ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും കറാഹത്താണ് അല്ലേ? അപ്പോൾ അവിടെ കറാഹത്ത് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കണം, ഖളാ. അപ്പോൾ അവിടെ ഖളാ എന്ന് ചേർത്ത് എഴുതുക. മൂന്നാമത്തത് ഫർളിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയും, മുസ്തഅമൽ. അപ്പോൾ അവിടെ മുസ്തഅമൽ എന്ന് എഴുതുക. നാലാമത്തത് 7 തവണ കഴുകേണ്ട നജസാണ് മുഅല്ലദ് കൊണ്ട് മലിനമായത്. അപ്പോൾ മുഅല്ലദായിട്ടുള്ള നജസ് കൊണ്ട് മലിനമായത് എത്ര തവണ കഴുകണം? 7 തവണ കഴുകണം. ഇനി അഞ്ചാമത്തത് വുളൂഇൽ ഒരുമിച്ചു കഴുകേണ്ട അവയവം, മുൻകൈ. അവിടെ മുൻകൈ എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം. അപ്പോൾ താഴെ അവിടെ 5ഓളം ചോദ്യങ്ങളും ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഉത്തരത്തിന് മാത്രം ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തത് ചെവി രണ്ടും ഒരുമിച്ചു തടവൽ, കറാഹത്ത്, സുന്നത്ത്, ഫർള്. അപ്പോൾ സുന്നത്ത് എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് പല്ലിൽ നീളത്തിൽ മിസ്വാക്ക് ചെയ്യൽ, സുന്നത്ത്, ജായിസ്, കറാഹത്ത്. കറാഹത്ത് എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. മൂന്നാമത്തത് പ്രസവശേഷം പുറപ്പെടുന്ന രക്തം, നിഫാസ്, ഹൈള്, ഇസ്തിഹാലത്ത്. അപ്പം നിഫാസ് എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. നാലാമത്തത് തയമ്മും സ്വഹീഹാകാനുള്ള ഷർത്തുകൾ 2, 4, 3. അപ്പോൾ 4 എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. അഞ്ചാമത്തത് സ്ത്രീകൾക്ക് സുന്നത്തില്ല, ബാങ്ക്, ജമാഅത്ത്, ഇഖാമത്ത്. അപ്പോൾ ബാങ്ക് എന്നുള്ളതാണ് ശരി, അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തത് അഖാമഹല്ലാഹു ഡാഷ് അഹ്ലിഹ. അപ്പോൾ അവിടെ വ അദാമഹ വ ജഅലനി മിൻ സ്വാലിഹി എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. രണ്ടാമത്തത് ഉസല്ലി സുന്നത്ത സുബ്ഹി ഡാഷ് അദാഅൻ ലില്ലാഹി തആല. അപ്പോൾ അവിടെ റകഅത്തൈനി മുതവജ്ജിഹൻ ഇൽ ഖിബ്ലത്തി എന്നുള്ളതാണ് എഴുതാനുള്ളത്. മൂന്നാമത്തത് ഇന്ന സ്വലാത്തി ഡാഷ് റബ്ബിൽ ആലമീൻ. അപ്പോൾ അവിടെ വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി എന്നുള്ളതാണ് എഴുതി ചേർക്കാനുള്ളത്. നാലാമത്തത് റബ്ബി ഗഫിർലി വർഹംനി ഡാഷ് വഹ്ദിനി വഅഫിനി. അപ്പോൾ അവിടെ വജ്ബുർനി വർഫഅനി വർസുഖ്നി എന്നുള്ളതാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി നാലാമത്തെ പ്രവർത്തനം ഒറ്റ വാക്കിൽ എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം ഖിയാം റമദാനിൻ്റെ മറ്റൊരു പേര്, ഖിയാമു റമദാനിൻ്റെ മറ്റൊരു പേര് തറാവീഹ്. രണ്ടാമത്തെ ചോദ്യം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ശേഷമാണ് നിർവഹിക്കേണ്ടത്, ഖുതുബ. 3 ജംഉം ഖസ്റും അനുവദനീയമല്ലാത്ത നിസ്കാരം, സുബ്ഹ്. 4 ജമാഅത്ത് ഷർത്തുള്ള ഫർള് നിസ്കാരം, ജുമുഅ. 5 സകാത്തുൽ ബദനിൻ്റെ മറ്റൊരു പേര്, സകാത്തുൽ ഫിത്തർ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. 3ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തത് സകാത്ത് കൊടുക്കുന്നതിൻ്റെ ഷർത്തുകൾ നോക്കാം. സകാത്ത് കൊടുക്കുന്ന സമയത്തോ അവ നീക്കിവെക്കുന്ന സമയത്തോ നിയ്യത്ത് ചെയ്യലും അവകാശികൾക്ക് കൊടുക്കലും, ഇതാണ് സകാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്തുകൾ.
രണ്ടാമത്തത് നോമ്പ് ഹറാമായ ദിവസങ്ങൾ. 1, 2 പെരുന്നാൾ ദിവസം, അയ്യാമു തശ്രീഖ്, ഷക്കിൻ്റെ ദിവസം എന്നീ ദിവസങ്ങളിൽ. മൂന്നാമത്തെ ചോദ്യം, ഹജ്ജിൻ്റെ മീഖാത്തുകൾ. യലംലം, ദുൽഹുലൈഫ, ജുഹഫ, കർണുൽ മനാസിൽ, ദാത്തു ഇർഖ്. ഇനി ആറാമത്തെ പ്രവർത്തനം വേർതിരിച്ച് കള്ളികളിൽ എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തത് ഒന്ന് വായിച്ചു നോക്കാം. ഫാത്തിഹ, ജുലൂസ്, വജ്ജഹ്തു, റുക്കൂഅ്, തശഹുദുൽ അഖീർ, ഖുനൂത്ത്. അപ്പോൾ ഇവിടെ കൗലിയായ ഫർളുകളും ഫിഅലിയായ ഫർളുകളും പിന്നെ സുന്നത്തുകളുമാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഓരോന്നായിട്ട് തരം തിരിച്ച് എഴുതുക. ഒന്നാമത്തത് കൗലിയായ ഫർള് ഏതെല്ലാമാണ്? തശഹുദുൽ അഖീറും ഫാത്തിഹയും. ഫിഅലിയായ ഫർള് റുക്കൂഅ്, ജുലൂസ്. സുന്നത്ത് ഏതെല്ലാമാണ്? ഖുനൂത്ത്, വജ്ജഹ്തു. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ വാജിബാത്തുകളും ഹജ്ജിൻ്റെ ഫർളുകളും താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വേർതിരിച്ചെഴുതുക. ബ്രാക്കറ്റ് നോക്കാം. വിദായിൻ്റെ തൊവാഫ്, മുടി നീക്കൽ, അറഫയിൽ ഹാജറാവൽ, ജംറകളിൽ കല്ലെറിയൽ. അപ്പോൾ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ ഏതെല്ലാമാണ്? ജംറകളിൽ കല്ലെറിയലും വിദായിൻ്റെ തൊവാഫും. പിന്നെ ഹജ്ജിൻ്റെ ഫർളുകളോ? മുടി നീക്കൽ, അറഫയിൽ ഹാജറാവൽ. ഇനി ഏഴാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നോമ്പ് വാജിബാകും എപ്പോൾ? ഉത്തരം ഷഅബാൻ 30 പൂർത്തിയാവുകയോ റമദാൻ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെടുകയോ ചെയ്താൽ നോമ്പ് വാജിബാകും. രണ്ടാമത്തത് ധാന്യങ്ങളിൽ എന്തിനെല്ലാം സക്കാത്ത് കൊടുക്കണം? ഉത്തരം സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്നതിന്. 3, ജുമുഅ ആർക്കെല്ലാം വാജിബാകും? ഉത്തരം മുക്കല്ലഫും സ്വതന്ത്രനും ജുമുഅയുടെ മഹലിൽ താമസിക്കുന്നവനും ഉദർ ഇല്ലാത്തവനുമായ എല്ലാ പുരുഷന്മാർക്കും ജുമുഅ വാജിബാണ്. നാലാമത്തെ ചോദ്യം, ജംഅ് 2 വിധം ഏതെല്ലാം? ഒന്നാമത്തെ ജംഅ് തഖ്ദീം, രണ്ടാമത്തെ ജംഅ് തഅഖീർ. ഇനി അഞ്ചാമത്തെ ചോദ്യം, 2.5% സക്കാത്ത് നിർബന്ധമാണ് എന്തിനെല്ലാം? ഉത്തരം സ്വർണം, വെള്ളി, അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നാണയങ്ങൾ. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.